ഒരു ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പാത്രത്തില് അലീസ പായസം പോലത്തെ ഒരു സാധനം കൊടുത്തയച്ചു. ആയിഷ ബീവി ചൂടായിട്ട് ഒറ്റ തട്ട്. ആയിഷ ബീവിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കാര്യമായിട്ട് തങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി വരുമ്പോൾ വേറൊരാൾ കൊട്ടു കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. ആ ദേഷ്യത്തിൽ ഒരു കൊട്ടു കൊടുത്ത് തട്ടിയിട്ട് താഴെ വീണു. അടിമച്ചക്കന് ടെൻഷൻ ആയപ്പോൾ തങ്ങൾ രണ്ട് കാര്യം അവിടെ പറഞ്ഞത്. മുനിങ്ങോ രണ്ട് കാര്യം പറഞ്ഞു. ഒന്നും ഉണ്ടണ്ട, ഭാറത്ത് ഉമ്മക്കും, ഉമ്മ കുറച്ച് ചൂടില്ല, മോനൊന്നും മുക്കണ്ട. പിന്നെ അടുത്ത സ്റ്റെപ്പ് തങ്ങൾ എന്താ ചെയ്യുന്ന പറയാ, നിലത്തിരുന്നിട്ട് പാത്രം പൊറുക്കണം, ഇവിടുന്ന് വായിക്കണം, ആ കൊച്ചു വീട്ടിൽ നിന്ന് വായിക്കണം സ്വഭാവം. അങ്ങനെയാ ഇസ്ലാം വളർന്നത്. കുതിരക്കാരൻ സെയ്ദ് എന്ന് പറയുന്ന ഒരാളുണ്ടായി. സെയ്ദിനിൽ ഖൈൽ എന്നാണ് അവരെല്ലാരും വിളിക്കുക. അൽ ഖൈൽ എന്ന് പറഞ്ഞ കുതിര. അയാൾ വരുമ്പോ തന്നെ തങ്ങൾ വിളിച്ചു, യാ സെയ്ദിനൽ ഖൈർ, ലാമു മാറ്റി റാ ആക്കി, നന്മയുടെ സെയ്ദേ എന്ന് വന്നു ഇസ്ലാമിലേക്ക്. അങ്ങനെയാണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത് ഇസ്ലാം. അപ്പൊ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും എന്താണ് ഇസ്ലാം എന്ന്. നല്ല സ്വഭാവം അതൊന്നാമതായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വിശാലമായി പറയേണ്ട ലോകമാണ്. ഞാനൊരു സെമി കോളിനിട്ട് നിർത്തി.